ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മ പറയുന്നത് കേട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു പെൺകോന്തനായതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടല്ലേ? ഇത് കേൾക്കുന്ന ഗോവിന്ദ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാധികാമ്മ തന്നെ പറഞ്ഞു, നിനക്ക് എന്തും പറയാനുള്ള അവകാശം ഉണ്ടെന്ന്, ഇനി രാധികാമ്മയെ എയറിലാക്കാൻ നിനക്ക് എന്ന് പറയാൻ കേട്ടോ. ഒരു പെൺകോന്തനായ ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന് പറയട്ടോ ഗോവിന്ദ്. അല്ല, അറയ്ക്കൽ മാധവമേനോൻ മാത്രമാണ് അമ്മയുടെ ഭർത്താവ് എന്നാണല്ലോ രാധികാമ്മ പറയുന്നത് കേട്ടത്. അപ്പോ വല്ല ദൈവാധീനം കിട്ടിയിട്ടാണോ വരുണേട്ടൻ ഉണ്ടായത് എന്ന് ചോദിക്കാട്ടോ ഗീതു. വരുണേട്ടൻ അപ്പോ സൂര്യപുത്രനാണോ രാധികാമ്മേ? ഇത് കേൾക്കുന്നതും ഗോവിന്ദ്, ഏയ് സൂര്യഭഗവാന്റെ കുട്ടിയൊന്നല്ല, മണ്ടത്തരത്തിന് മൂർത്തിഭാവം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആളായിരിക്കും ഈ സൽപുത്രനെ ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ ഗോവിന്ദ്. ഇത് കേട്ടത് രാധികാമ്മ, ഇതിനൊന്നും ഞാൻ വല്ലാതെ മറുപടി പറയുന്നില്ല. നിന്റെ കണ്ണുകൾ ഇവൾ കെട്ടിയിരിക്കുക കണ്ണ, നിന്റെ കണ്ണിൽ ഇപ്പോൾ ഇരുട്ടാണ്. ഒരിക്കൽ ഇവിടെ നടക്കുന്ന ചതിയൊക്കെ നീ മനസ്സിലാക്കും. അതുവരെ ഈ അമ്മ നിന്നെ കാത്തിരിക്കും എന്ന് പറയാട്ടോ എന്നും പറഞ്ഞ് രാധികാമ്മ പോകുമ്പോൾ, അതെ രാധികാമ്മ ഒരു നിമിഷം, ഇവിടെ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം എന്നും പറഞ്ഞ് രാധികാമ്മയുടെ അടുത്തേക്ക് പോവാണ്. അതെ, നാളെ എനിക്ക് ചെന്നൈ വരെ ഒന്ന് പോകണം. നാളെ അവിടെ ഷേണായി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതുവിന്റെ കിളി പോവാണ് കേട്ടോ. അയ്യോ ചെന്നൈയോ, ഈ പ്രഗ്നൻസും വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഈ കാറിൽ പോകുമെന്ന് ഇവർ ചിന്തിക്കില്ലേ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഗീതു. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതുവിനെയും കൂട്ടി ചെല്ലാൻ വേണ്ടിയിട്ടാ ഷേണായി പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പെൺകോന്തരാണെന്ന് അദ്ദേഹം അറിഞ്ഞു കാണും, അതുകൊണ്ട് എന്നോട് ഗീതുവിനെയും കൂട്ടി ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഗീതു കണ്ണിങ്ങനെ ചിമ്മി ആക്കുന്നുണ്ടേ. സിംഗപ്പൂരിലേക്കൊന്നല്ലല്ലോ, ചെന്നൈയിലേക്കല്ലേ. അപ്പോ കാറിൽ പോയിട്ട് വരാമെന്ന് ഞാനും അങ്ങ് കരുതി എന്ന് പറയട്ടെ ഗോവിന്ദ്. ഇവരെയും കൂട്ടി ചെല്ലാൻ എന്നോടും വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് പറയട്ടെ ഭാസ്കരൻ. ഞാനില്ലാതെ അവിടെ ബിസിനസ് ഒന്നും നടക്കില്ലല്ലോ, നമുക്ക് ആദ്യം രാവിലെ തന്നെ പുറപ്പെടാമെന്ന് പറയട്ടെ. അപ്പോൾ ഗീതുവിന്റെ മുഖം കാണണം. ഇത് കേൾക്കുന്ന വരുണാണെങ്കിൽ, അല്ല അങ്കിളിന് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, വേണമെങ്കിൽ ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം എന്ന് പറയാട്ടോ. അതെ, വരുണേട്ടനും കൂടെ പോകുന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവിന്ദേട്ടന് ഒരു സഹായമാവും എന്ന് പറയണ രേഖ. ഇതും കൂടെ കേൾക്കുമ്പോൾ ഗോവിന്ദ് ഗീതുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടോ. കൊളവാവും നിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മനുഷ്യ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഗീതു. അപ്പോൾ ഗീതു കയറി പറയുന്നുണ്ട്, പ്രഗ്നൻസി ടൈമിൽ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഒരു യാത്രയൊക്കെ ആവാമെന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബിസിനസ് യാത്ര കാറിൽ പോകാമെന്ന് വിചാരിച്ചതെന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന പ്രിയയാണെങ്കിൽ, ഇവർ രണ്ടുപേരും കൂടെ അവരുടെ കൂടെ പോട്ടെ, എങ്കിൽ രണ്ട് കപ്പിൾസിനും അടിച്ചു പൊളിക്കാലോ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴും നമ്മുടെ ഗോവിന്ദ് ഗീതുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇത് കേൾക്കുന്ന രാധികാമ്മ, അങ്ങനെയാണെങ്കിൽ പ്രിയയും വിനോദും കൂടെ പോട്ടെ, കുട്ടിക്ക് യാത്രയൊക്കെ ഇഷ്ടമായിപ്പെടും എന്ന് പറയണേ. ഇത് കേൾക്കുന്ന കാഞ്ചനയാണെങ്കിൽ, ഒരു ട്രാവലർ അങ്ങ് വിളിക്കാം, എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി പോവാലോ എന്ന് ചോദിക്കാട്ടോ. ഇതിൽ ഇത്രയ്ക്ക് ചർച്ച ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ട്രിപ്പിന് പോകുന്നുള്ളൂ, ഇതെന്റെ ഉറച്ച തീരുമാനമാണ് എന്ന് പറയാട്ടോ ഗോവിന്ദ്. പിന്നെ രേഖയോട് വരുണ് കാണിക്കുന്ന ഈ സ്നേഹം എനിക്ക് ഒറിജിനലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ലോകത്തെവിടേക്കും ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ഞാൻ ഒരുക്കാണെന്ന് പറയുന്നുണ്ട് ഗോവിന്ദ്. എന്നിട്ട് ഗീതുവിനോട് ചെന്ന് പറയുന്നുണ്ട്, ഗീതു നമുക്ക് യാത്ര പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ, രാവിലെ തന്നെ നമുക്ക് പോവാം. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രഞ്ജു പ്രിയയോട് പറയുന്നുണ്ട്, ഇത് ബിസിനസ് ട്രിപ്പ് ഒന്നല്ല, അവർ രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ട്രിപ്പ് പ്ലാൻ ചെയ്തതാ എന്ന് പറയുമ്പോൾ പ്രിയ പറഞ്ഞ്, അതെനിക്കും തോന്നി. അവസാനം ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞപ്പോൾ അതറിയാതെയാണ് ഞാൻ രേഖേച്ചിയെയും വരുണേട്ടനെയും ട്രിപ്പിന് വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഏട്ടനും ചേച്ചിക്കും എന്ത് തോന്നിക്കാണോ ആവോ എന്ന് പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അവർക്ക് എന്ത് തോന്നാൻ, പ്രിയ അറിയാതെ പറഞ്ഞതല്ലേ, ഒന്നും തോന്നില്ല എന്ന് പറയാട്ടോ. അങ്ങനെ ഗോവിന്ദ് റൂമിലെത്തിയതും ഗീതുവിനോട് പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? നീ അല്ലേ ഞാൻ അഭിനയിച്ച് കൊളാക്കുന്ന് പറഞ്ഞത്? അഭിനയം മഹാമോശമായിരുന്നു, അവസാനം എല്ലാം കൊളാവുന്ന് ഞാൻ കരുതിയതാ, പിന്നെ റിയൽ കണ്ണേട്ടനായിട്ട് വന്നപ്പോഴാ ഒക്കെ ഓക്കെ ആയതെന്ന് പറയണേ. ആദ്യം മുതലേ എൻ്റെ അഭിനയത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിലും എൻ്റെ പെർഫോമൻസ് നിനക്ക് പിടിക്കില്ലല്ലോ എന്ന് ചോദിക്കട്ടോ ഗീതുവിനോട്. ഇന്ന് കണ്ണേട്ടൻ അഭിനയിച്ച് തുടങ്ങുമ്പോഴേ സിംഗപ്പൂരിലെ ഷേണായുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോഴേ അഭിനയം കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി. അത് കേട്ടപ്പോഴാ സത്യദാസ് കൂടെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതാണോ നീ കണ്ടുപിടിച്ച കുഴപ്പം? അല്ലെങ്കിലും പ്രഗ്നന്റ് ആയ എന്നെ കൊണ്ട് ദൂരോട്ട് പോവാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കയ്യിൽ നിന്ന് ചീറ്റി എന്ന് പറയട്ടോ ഗീതു. നമ്മൾ എങ്ങനെയാ പോവേണ്ടത് എന്ന് പറയേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച ഡോക്ടർ നിർദ്ദേശിച്ച ഒരു പ്ലഷർ ട്രിപ്പാണെന്ന് ഞാനങ്ങ് പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചു എന്ന് പറയട്ടെ ഗീതു. പ്രഗ്നന്റ് ആയ എന്നെയും കൊണ്ട് ഏതെങ്കിലും ഡോക്ടർ ദൂരം പോകാൻ വേണ്ടിയിട്ട് പറയോ എന്ന് ചിന്തിക്കാഞ്ഞത് എൻ്റെ ഭാഗ്യം. എന്തൊക്കെ പറഞ്ഞാലും നീ ഉർവശിയുടെ വരെ അഭിനയം കാഴ്ചവെച്ചിട്ട് നീ രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് ചോദിക്കട്ടോ ഗീതുവിനോട്. അല്ലെങ്കിലും ഞാൻ വേണ്ടി വന്നില്ലേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? അത് കണ്ണേട്ടനായി അഭിനയിച്ചപ്പോഴല്ലേ? അല്ല, നീ എപ്പോഴും പറയുന്നതാണല്ലോ.
എൻ്റെ പെർഫോമൻസും എൻ്റെ അമ്മയുടെ പെർഫോമൻസും കൊള്ളില്ല എന്ന് ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഈ ലോകത്ത് വേറെ കാണില്ല. എത്ര വിദഗ്ധമായിട്ടാ നമ്മുടെ മുന്നിൽ നിന്ന് ആ കള്ളി വിദഗ്ധമായിട്ട് ഓരോ കാര്യങ്ങളും മറച്ചു വെച്ചത് എന്ന് ചോദിക്കാട്ടോ. ആ അമ്മയുടെ മകനായ നിങ്ങളും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. അതെ, ഞാൻ മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് നീ കൂടാതെ 4 ഭാര്യമാരും അതിൽ 1 ഡസൻ മക്കളും ഉണ്ട്. എപ്പോഴും ഞാൻ ആ ബന്ധം കൊണ്ടു നടക്കുന്നുണ്ട്. കണ്ണേട്ട ഇതൊക്കെ എന്നോട് വെറുതെ പറയാമെന്ന് എനിക്കറിയാലോ. കണ്ണേട്ടന്റെ മനസ്സിൽ ഞാനും നമ്മുടെ ലച്ചുമോള് മാത്രമാണെന്ന് എനിക്കറിയാലോ. ഇത് കേൾക്കുന്ന ഗോവിന്ദന് സന്തോഷാവാണ്. എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയും, വിശ്വാസമായിട്ടൊന്നല്ല, കണ്ണേട്ടൻ്റെ മൊബൈൽ ഞാൻ എപ്പോഴും പരിശോധിക്കാറുണ്ട് എന്ന് പറയണേ. എടി നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരൻ, വരുൺ, അനാർക്കലി, രാധിക എന്നിവരെയാണ്. ഭാസ്കരൻ പറയുന്നുണ്ട്, ഗോവിന്ദിന്റെ ട്രിപ്പ് ചെന്നൈക്കല്ല, അതൊരു ബിസിനസ് ടൂറോ റൊമാൻറ്റിക് ട്രിപ്പോ ഒന്നുമല്ല. എന്നിട്ട് ഭാസ്കരൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ആ യാത്രയുടെ കാരണത്താൽ ഞാൻ മാത്രമാണ് പെട്ടുപോവുക. അതിൽ ഇവരും കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു കൈത്താങ്ങുണ്ടാവുള്ളൂ എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി ചോദിക്കും, അവരുടെ യാത്രയുടെ ലക്ഷ്യം എന്താ ഭാസ്കര? അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ഭൂതകാലം ചികയാൻ വേണ്ടിയിട്ടാ ആ യാത്ര. അതിനുവേണ്ടി അവരെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രാധിക. അവരെവിടേക്കാ പോകുന്നത് എന്നല്ല വിഷയം, ഭാസ്കരേട്ടൻ ആദ്യത്തെ എൻ്റെ ഭർത്താവ് എന്നറിയുന്നതാണ് പ്രശ്നം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ആ യാത്ര എങ്ങനെയെങ്കിലും മുടക്കിയേ തീരുള്ളൂ. യാത്ര നടന്നോട്ടെ, ആദ്യ വഴിയിൽ ആ യാത്ര മുടങ്ങണം എന്ന് പറയട്ടെ ഭാസ്കരൻ. ഗീതുവിന്റെ ശവവുമായിട്ട് ഗോവിന്ദ് മടങ്ങി വരും എന്ന് പറയുന്നത് കേട്ടതും വരുണ് പറയുന്നുണ്ട്, കാറിലിടിക്കാനുള്ള ഒരു ലോറി ഞാൻ റെഡിയാക്കാം. ഇത് കേൾക്കുന്ന രാധിക, അയ്യോ ആക്സിഡന്റ് നടന്നാൽ കണ്ണനും അപകടത്തിലാവും, അത് ഞാൻ സമ്മതിക്കത്തേ ഇല്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെയും മുഖം അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. ആക്സിഡന്റ് എന്ന ഐഡിയ തന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് ഭാസ്കരൻ. ഇതിനെന്താ അച്ഛാ, റോഡ് ആക്സിഡന്റ്, ആരും നമ്മളെ സംശയിക്കില്ല എന്ന് പറയാട്ടോ വരുൺ. അങ്ങനെയൊന്നും ചെയ്യലട മണ്ട, ഗോവിന്ദിന്റെ കാറ് എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ്, ആക്സിഡന്റ് നടന്നാലും ആർക്കും ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന് പറയണേ ഭാസ്കരൻ. ഇത് ഞാൻ നേരിട്ടാ നടത്തുന്നത് ഈ ഓപ്പറേഷൻ എന്ന് പറയാട്ടോ ഭാസ്കരൻ.